അതല്ലെങ്കിലും അങ്ങനെയാണ്. ചില കാരണങ്ങളുണ്ടാവുമല്ലോ നമുക്ക് എന്തെങ്കിലും തിന്നാൻ വേണ്ടിയിട്ടും. അപ്പം എനിക്ക് നല്ല പീരീഡ്സിൻ്റെ ടൈമായിരുന്നു. ആ സമയത്ത് എനിക്കൊരു ക്രേവിങ് വന്നു ഒരു ഫലൂഡ കഴിക്കാൻ. അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. ആൾ പറഞ്ഞു പോവാം, എവിടെ പോകണ്ടോ ചോദിച്ചു. നമ്മുടെ ഫലൂഡ നേഷനുള്ളപ്പോൾ പിന്നെ വേറെ എവിടെ പോയിട്ട് കാര്യമുണ്ടോ? ഫലൂഡ നേഷനിലേക്കാട്ടോ ഞങ്ങൾ പോകുന്നത്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു ഒത്തൊരുമ 100% ആവുന്നത്. കാരണം എവിടെ തിന്നാൻ വിളിച്ചാലും ആൾ വരും, ആൾ തിന്നാൻ വിളിച്ചാലും ഞാനും പോകും. ആൾക്ക് വലിയ സുഖമൊന്നുമില്ല കേട്ടോ, കോൾഡൊക്കെയാണ്. എന്നാലും ഞാനൊരാഗ്രഹം പറഞ്ഞാൽ അതെന്തായാലും സാധിച്ചു തരുമെന്ന് എനിക്കറിയാം. എടുത്തു പറയേണ്ടത്, ഞാൻ ഈ ആഗ്രഹം പറഞ്ഞപ്പോൾ ആൾ പറയുകയാണ്, ഈ പെരുമഴയത്താണോ നിൻ്റെ ഈ ഫലൂഡ തിന്നാനുള്ള പൂതി? അങ്ങനെ നമ്മൾ ഫലൂഡ നേഷനിലെത്തി കേട്ടോ. ആളും അനക്കൊന്നുമില്ല, കാരണം ഈ തണുപ്പത്ത് ഫലൂഡ കഴിക്കാൻ വന്നത് ഞങ്ങൾ മാത്രമാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മളിവിടെ എത്തി. നല്ല വെതറാണ് പുറത്ത്, നല്ല മഴ പെയ്യാനുള്ള സംഗതി. നമ്മൾ മെല്ലെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഫലൂഡയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പൊതുവേ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഫലൂഡ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താണ് ഓർഡർ ചെയ്തത് അത് തന്നെ മതി എന്ന് അഭി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരും 2 ഫലൂഡ വാങ്ങിച്ചു. അങ്ങനെ അതും കഴിച്ച് അടുത്ത മഴയ്ക്ക് മുന്നേ വീട്ടിലെത്തണം എന്ന് പറഞ്ഞു മെല്ലെ വീട്ടിലേക്ക് പോയി.